നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഫീച്ചറാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിഞ്ഞു വെക്കേണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ്. സാധാരണ വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും വാട്സപ്പിൽ ഇത്തരത്തിലുള്ള സെറ്റിങ്സുകളൊന്നും ആരും പറഞ്ഞു തരാറില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വാട്സപ്പിനകത്തിരിക്കുന്ന രണ്ട് ഫീച്ചറാണ് പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. ചില വാട്സപ്പിനകത്ത് താഴെ ഭാഗത്ത് വലതുഭാഗത്ത് പ്രൊഫൈലിൻ്റെ ഒരു ഫോട്ടോ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സെറ്റിങ്സ് കാണാൻ സാധിക്കുക. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് പരിശോധിക്കുന്നത് നമ്മുടെ ഒരുപാട് പേരുടെ കോൺടാക്റ്റുകൾ നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്യാറുണ്ട്. എന്നാൽ സേവ് ചെയ്ത കോൺടാക്റ്റിൽ ഏതൊക്കെ വ്യക്തികൾ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ അയാളുടെ കോൺടാക്റ്റ് നമ്പർ വാട്സപ്പിൽ എവിടെയെങ്കിലും ഇട്ട് അല്ലെങ്കിൽ സേവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും വാട്സപ്പ് ഉണ്ടോ എന്ന്. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്ത കോൺടാക്റ്റിലുള്ള വ്യക്തിക്ക് വാട്സപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് വാട്സപ്പ് തന്നെ നമുക്ക് കാണിച്ചു തരും. അതെങ്ങനെ നീ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്തി നമ്മുടെ പേരിന് നേരെ താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഇൻവൈറ്റ് എ ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ. ഇത് ഒരു പുതിയ ഫീച്ചറാണ്. നേരത്തെ വാട്സപ്പിനകത്ത് ഇങ്ങനൊരു ഫീച്ചർ ഇല്ലായിരുന്നു. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരുപാട് കോൺടാക്റ്റുകൾ കാണാൻ സാധിക്കും. നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റുകളാണ് ഇതെല്ലാം കാണുന്നത്. പക്ഷേ ഈ കോൺടാക്റ്റിൽ ഇവിടെ കാണിക്കുന്നത് ഈ ആളുകൾക്കൊന്നും ഇപ്പോൾ നിലവിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അവസാന ഭാഗത്ത് ഇൻവൈറ്റ് എന്നുള്ളൊരു ഗ്രീൻ ബട്ടൺ കാണും. അവർക്ക് ഈ ഇൻവൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വാട്സപ്പിൻ്റെ ലിങ്ക് പോകും. അത് ക്ലിക്ക് ചെയ്ത് അവർക്ക് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അവരെ നമ്മൾ വാട്സപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി, അവർക്ക് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മളതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻവൈറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ നോർമൽ മെസ്സേജിലേക്ക് പോകും. ഇതുപോലെ നോർമൽ മെസ്സേജിൽ നിന്ന് ഇവിടെ ഇൻവൈറ്റ് ബൈ SMS എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നോർമൽ SMSൽ ഇതുപോലെ കാണാൻ സാധിക്കും. വാട്സപ്പിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറയുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ കോൾ ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ മെസ്സേജ് ഇൻവൈറ്റ് ആയിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കോൺടാക്റ്റിൽ നമ്മൾ സേവ് ചെയ്ത നമ്പറിലുള്ള ആളുകൾക്ക് വാട്സപ്പ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഇവിടെ വന്ന് നോക്കിയാൽ നമ്മൾ സേവ് ചെയ്ത പേര് ഇവിടെ കാണും. മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ആ പേര് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ നമ്മൾ പരിശോധിക്കുന്നത് ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും വാട്സപ്പിനകത്ത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരും കോൺടാക്ട്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കോൺടാക്ട്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേര് ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് ഇവിടെ കാണാനും ആരൊക്കെയാണ് ബ്ലോക്ക് ചെയ്തതെന്ന് കാണാൻ വേണ്ടി അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും വാട്സപ്പ് കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ. ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ, ഞാനിത് ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫോണിനകത്ത് ഇത് ഓഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പോപ്പപ്പ് ചോദിക്കും, ഓക്കെ കൊടുത്ത് ഇത് ഓൺ ചെയ്ത് വെക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ വാട്സപ്പിൽ ഏതെങ്കിലും ഒരു തവണ നിങ്ങളൊരു സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ കോൺടാക്റ്റ് നമ്പർ വാട്സപ്പ് സേവ് ചെയ്യും. സാധാരണ കോൺടാക്റ്റുകൾ സേവ് ചെയ്യുന്ന ഒന്നുകിൽ ഫോണിൽ, അല്ലെങ്കിൽ നമ്മുടെ സിം കാർഡിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മൾ സേവ് ചെയ്യാറുണ്ട്. എന്നാൽ നാലാമത്തെ ഒരു ഓപ്ഷൻ വാട്സപ്പ് ആ നമ്പർ സേവ് ചെയ്ത് വെക്കും. അതിനുവേണ്ടി ഈ ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ വാട്സപ്പിൽ നിങ്ങൾ ഏതെങ്കിലും നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് എന്ന് മെസ്സേജ് അയച്ചാൽ വാട്സപ്പ് ആ നമ്പർ സേവ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ റിമൂവ് ആയി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ നിങ്ങൾക്ക് വാട്സപ്പ് രണ്ടാമത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച വ്യക്തിയുടെ കോൺടാക്റ്റൊക്കെ നിങ്ങളുടെ ചാറ്റ് ലിസ്റ്റിലുണ്ടാകും. സെർച്ച് ചെയ്ത് കണ്ടെത്തിയാൽ മതി. അപ്പോൾ നിലവിൽ നമുക്ക് സിം കാർഡിലോ അല്ലെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ മെയിൽ ഗൂഗിൾ അക്കൗണ്ടിലോ ഒക്കെ നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യാറുണ്ടെങ്കിലും നാലാമത്തെ ഒരു ഓപ്ഷനാണ് ഇത്, വാട്സപ്പിൽ നമുക്ക് കോൺടാക്റ്റ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് എനേബിൾ ചെയ്താൽ മാത്രമേ വാട്സപ്പ് നിങ്ങളുടെ ചാറ്റ് ചെയ്ത വ്യക്തികളുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വാട്സപ്പ് സേവ് ചെയ്യുള്ളൂ എന്ന കാര്യം ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്സപ്പിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സെറ്റിങ്സാണ് പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.